മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഫാമിലി കൗൺസിലിംഗ് എന്ന ഈ പ്രോഗ്രാമിലൂടെ ധാരാളം ആളുകൾ അനുഗ്രഹപ്രദമായി തീരുകയും കത്തുകൾ അയക്കുകയും ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കുടുംബ ജീവിതബന്ധിയായ ഈ പ്രോഗ്രാമിൽ ഇന്ന് ഞാനൊന്ന് ചിന്തിക്കുന്നത് അനുദിന കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ പൊടിക്കൈ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഭാര്യയുടെ ആകാര വിമർശനം നടത്താതിരിക്കുക. ചിലപ്പോൾ അറിഞ്ഞു ആകാം, അറിയാതെ ആകാം. ഒളിവിലും തെളിവിലും ഒക്കെ നടത്തുന്ന വിമർശനങ്ങൾ അതൊരു സ്ത്രീയെ വളരെയേറെ വിഷമിപ്പിക്കുന്നതാണ്. പരമാവധി നമ്മളത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിന്നെ കാണാൻ കൊള്ളുകയില്ല എന്നുള്ള ഒരു ചിന്ത അത് ഭർത്താവിൻ്റെ നാവിൽ നിന്ന് വരുമ്പോൾ സ്ത്രീ ഒത്തിരി വിഷമിക്കും. അതിൻ്റെ കാരണമുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യബോധം വളരെ വലുതാണ് അവൾക്ക്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തൊരു കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ ഓർക്കുകയാണ്, ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിംഗ് കയറി വന്നു. വന്നപാടെ ഈ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ ഇവളെ കണ്ടോ? എന്നെ കണ്ടു. ഇവിടെ ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും ഒക്കെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞു? അച്ഛാ കണ്ടില്ലേ അച്ഛോ ഇരിക്കുന്നത്? എവിടെ വിട്ടാലും ഒരു കുഴപ്പമില്ല, ആരും നോക്കത്തില്ല അച്ഛോ എന്ന് പറഞ്ഞു. വളരെ പ്രകടമായിട്ട് ഒരു അറ്റാക്ക് അവിടെ ആ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണ്. കുടുംബജീവിതത്തിൽ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം അത് ഒരു സ്ത്രീയെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് അങ്ങനെയുള്ള പരാമർശനങ്ങൾ എന്നെനിക്ക് ബോധ്യമുണ്ട്. ആ കുടുംബത്തിലെ പ്രശ്നം അതായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇവിടെ ഓർക്കുകയാണ്. ഉത്തമഗീതം 1:15 നീ എത്ര സുന്ദരി എന്ന് ഭർത്താവ് ഭാര്യയോട് പറയണം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ സുന്ദരിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയേണ്ടിയിരിക്കുക. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അതിൻ്റെ കുറവുകൾ സംഭവിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടായി എന്തിനാ എന്നെ ഇത്ര സൗന്ദര്യമില്ലാതെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കൗൺസിലിങ്ങിന് വന്ന സ്ത്രീകളെ പരിചയമുണ്ട്. പലപ്പോഴും അത് റിയാലിറ്റി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ഭർത്താവിൻ്റെ കോംപ്ലക്സ് കൊണ്ട് അങ്ങനെ വരാം. എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത്, ഒളിഞ്ഞോ തെളിഞ്ഞോ നമ്മുടെ വാക്കുകളിൽ അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്നൊന്ന് സൂക്ഷിക്കുന്നത് ഏറെ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന കത്തുകളിൽ ഒന്നാമത്തെ കത്തിലേക്ക് പോകാം. എന്താണ് ഇന്ന് ഒന്നാമത്തെ കത്ത്? ബഹ്റിനിൽ നിന്ന് എലിസബത്ത് അയച്ച കത്താണ്. എൻ്റെ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾ 22 വർഷമായി ബഹ്റിനിലാണ്. ഞങ്ങൾക്ക് 20 വയസ്സുള്ള ഒരു മകളുണ്ട്. അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് ഇവിടെ വരും. ഞാൻ ഈ കത്തെഴുതാൻ കാരണം എൻ്റെ ഭർത്താവിന് നാട്ടിലൊരു സ്ത്രീയുമായി വലിയ അടുപ്പവും ബന്ധവുമുണ്ടെന്ന് ഞാൻ കുറച്ച് നാളുകളായി മനസ്സിലാക്കി. അവൾക്ക് രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ അറിയുന്നു. ഞാനിതൊന്നും മനസ്സിലാക്കാതെ കുറേ നാളുകൾ ശുദ്ധഗതിയിൽ നീങ്ങുകയായിരുന്നു. മകൾ അവധിക്ക് വന്നപ്പോൾ അവൾ പപ്പായുടെ ഫോൺ എടുത്ത് പരിശോധിച്ചു. ആ സ്ത്രീയുടെ ഫോട്ടോ ഫോണിലുണ്ട്. അവളുടെ നമ്പറിലേക്ക് പല പ്രാവശ്യം വിളിക്കുന്നതായും മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് ഞാൻ ചെറുതായി ചോദിച്ചപ്പോൾ കണ്ടമാനം അനാവശ്യം പറയുകയും എന്നെ അടിക്കുകയും ചെയ്തു. മകൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിനാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ തളർന്നു പോകുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? പണം കൊടുത്തതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പാവങ്ങളായതുകൊണ്ട് സഹായിച്ചതാണെന്നാണ് ഉത്തരം പറഞ്ഞത്. എന്നാലും അത് വിശ്വസിക്കാൻ പ്രയാസമാണച്ചാ. കാരണം പല പ്രാവശ്യം വലിയ തുകകൾ നൽകിയിട്ടുണ്ട്. ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ സഹായിക്കണമേ. എനിക്കെപ്പോഴും സഹനമാണ്. കൂടാതെ മകൾ പറയുന്നു നമുക്ക് 2 പേർക്കും കൂടി മരിക്കാമെന്ന്. നിസാര പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ അദ്ദേഹം അടിച്ചൊതുക്കും. ചിലപ്പോൾ വെളിയിലിറക്കി കതകടയ്ക്കും. ഒത്തിരി നാളുകൾ മകളെ വിവരമറിയിക്കാതെ നോക്കി. ഇപ്പോൾ അവളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അവസരത്തിൽ ഞങ്ങളെ പരിഹാരമാർഗം തന്നും സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. തീർച്ചയായിട്ടും
നമുക്ക് ഈ പ്രശ്നത്തിൽ ഭർത്താവിൻ്റെ തെറ്റായ അടുപ്പം മാത്രമല്ല ഈ അമ്മച്ചിയെ അധികം വേദനിപ്പിക്കുന്നത്, മകൾ അറിഞ്ഞല്ലോ എന്നുള്ള ചിന്ത കൂടെ തീർച്ചയായിട്ടും മനസ്സിൽ ഒത്തിരി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഇതാർക്കും വിഷമമുണ്ടാക്കുന്നതാണ്. അത് കുറച്ചേറെ രഹസ്യമായിട്ട് വെക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ മകളത് അറിഞ്ഞു. അവൾ തന്നെ ഇത് വാസ്തവത്തിൽ കണ്ടുപിടിച്ച് തെളിവുകളുമായിട്ട് അമ്മയുടെ പക്കൽ എത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വിഷമം ഈ അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഇതൊരു വെറുതെ ഒരു സംശയമായിട്ട് ഞാൻ ആദ്യം പെട്ടെന്ന് എടുത്തു കേട്ടപ്പോൾ ചിന്തിച്ചെങ്കിലും പിന്നീട് മനസ്സിലല്ല. കാരണം പണം അയച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള തെളിവുകളെല്ലാം മകൾ പറയുന്നു. അത് ചോദിച്ചപ്പോൾ അത് ഡിനേ ചെയ്തില്ല. പാവങ്ങൾക്ക് സഹായിച്ചതാണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനതിൻ്റെ പ്രശ്നത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും അറിഞ്ഞ് അത് ചെയ്യാനായിട്ട് നോക്കണം. നമ്മളായിട്ടുള്ള ഷെയറിങ്ങിൽ പറയുക ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അപ്പം നമുക്കതൊന്ന് കൊടുത്താലോ, രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ഒരു ധാരണയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയില്ല. അതാണെന്ന് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല, എങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞ് വേണം ചെയ്യാൻ. അല്ല ഒരാൾ പ്രൈവറ്റായിട്ട് കൊടുക്കുന്നു, അത് നന്മയായിട്ട് വരുന്നു എന്നതിനേക്കാൾ രണ്ടുപേരും ഒന്നല്ലേ, അപ്പം അങ്ങനെ ഒന്നിച്ച് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ ഒരു പരാമർശം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ വീട്ടമ്മയോട് പറയാനുള്ളത്, നിരാശപ്പെടാതെ പ്രത്യാശയിൽ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ്. കാരണം സഹനം നമുക്ക് രക്ഷാകരമാക്കണം. നമ്മൾ പ്രത്യേകിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈശോ കാണിച്ചു തന്നതാണ്. ഏറ്റവും കൂടുതൽ സഹിച്ചയാൾ ഈശോയാണ്. ഈശോ അത് രക്ഷാകരമാക്കുവാനായിട്ട് അങ്ങേറ്റം ശ്രദ്ധിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഫിലിപ്പിയർ 3:10 പറയുന്നത് അവൻ്റെ സഹനത്തിൽ നമ്മൾ പങ്കുകാരാവുകയാണ്. ഇവിടെ വീട്ടമ്മ സഹിക്കുന്നതാണ്, അതിൽ രക്ഷാകരമാണ്. മറ്റേ ആൾ ചെയ്തത് നന്മയാണെന്ന് ഞാൻ പറയുകയല്ല, എങ്കിലും ഈ വീട്ടമ്മയ്ക്കിത് രക്ഷാകരമാക്കുവാൻ സാധിക്കും. അമ്മച്ചിയുടെ പേരെന്താണ്? എലിസബത്ത്. അപ്പോൾ എലിസബത്തിന് തീർച്ചയായിട്ടും രക്ഷാകരമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. മത്തായി 5:10-12 വരെ പറയുന്നുണ്ട്, നാം നന്മയിൽ ജീവിക്കുമ്പോഴും സഹനത്തിൽ സന്തോഷിക്കണമെന്ന്. നന്മയിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ നമുക്കതിൽ ചിലപ്പോൾ സഹനങ്ങളുണ്ടാകും. ആ സഹനങ്ങളിൽ സന്തോഷിക്കാനായിട്ട് കഴിയണം. കൊളോഷ്യൻസ് 1:24 പറയും, നിങ്ങളെപ്രതിയുള്ള സഹനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് വിക്കേറിയസ് സഫറിങ്ങാണ്, വേറൊരാൾക്ക് വേണ്ടിയുള്ള സഹനമാണ്. അത് ഈ വീട്ടമ്മയ്ക്ക് കൊടുക്കാം, എലിസബത്തിന് കൊടുക്കാം, ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായിട്ട്, മക്കളുടെ നന്മയ്ക്കായിട്ട് ഇതൊക്കെ കാഴ്ചവെക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സഹനത്തെ രക്ഷാകരമാക്കി എടുക്കുന്ന ഒരു രീതി ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാം. അപ്പം പ്രാർത്ഥന മാത്രമല്ല, എൻ്റെ ജീവിതാനുഭവങ്ങളിലെ ബുദ്ധിമുട്ടുകളും കൂടെ തമ്പുരാൻ്റെ ആ കാസയിലേക്ക് ഇട്ടുകൊടുത്താൽ കർത്താവ് അത് മാറ്റി ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാനും മോളും മരിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട്. മരണം ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റോമാ 14:7 മുതൽ 8 വരെ പറയുന്ന പോലെ നാം ജീവിക്കുന്ന മരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി ജീവിതം ആരംഭിച്ച ആൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരാശപ്പെടാതിരിക്കുക എന്ന് എനിക്ക് പറയാനുണ്ട്. എന്താണ് അതേപ്പറ്റി മേഴ്സിക്ക് പറയാനുള്ളത്? എലിസബത്തിൻ്റെ വേദന വളരെ വലുതാണ്. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ മറ്റൊരു സ്ത്രീയെ ഭർത്താവ് സ്നേഹിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് അംഗീകരിച്ച് പോകാനും അതിനെ തരണം ചെയ്തു പോകാനും. അപ്പോൾ അത് ഒത്തിരി കൂടിയ ഒരു ബന്ധമാണെന്നുള്ളത് ഈ പണം കൊടുക്കൽ വാങ്ങലിലൂടെ അവർ അത് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രായമായി വരുന്ന മകൾ ഇതറിയുന്നതിലുള്ള അമ്മയുടെ അതിയായ വേദന, അവിടെ വലിയ അധാർമികതയുടെ ഒരു വലിയ പ്രശ്നം അവിടെ ആ കുടുംബത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിന് പരിഹാരമായിട്ട് ഈ സ്ത്രീ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ പുറത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമല്ല, തിരിച്ച് പ്രതികൂലമായ കാര്യങ്ങളെ അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇനിയും ഈ സഹനത്തിൽ കൂടുതൽ ദൈവാശ്രയ ബോധത്തോടുകൂടി
എലിസബത്ത് പ്രാർത്ഥിക്കുകയും മകളോടൊത്ത് മകൾക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുക, അപ്പൻ്റെ ഈ പോരായ്മയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം, നമ്മൾക്ക് ദൈവത്തിന് നിരക്കാത്തതൊന്നും നമുക്ക് ചെയ്യണ്ട എന്നൊരമ്മ പറഞ്ഞു കൊടുത്ത് മകളെ കൂടെ അതിൽ നിന്ന് മനസ്സ് കൂടുതൽ നന്നായിട്ട് കൊണ്ടുവന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവസന്നിധിയിൽ ഈ സഹനം ആ ആത്മാവിനെ നേടാനുള്ള ഒരു വലിയ ഒരു അവസരമായിട്ട് എടുക്കണം. കാരണം ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തോടു കൂടി അത് ചെയ്യുക. പൗലോസ്ലീഹ കോറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 9-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി, എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. അപ്പോൾ ബലഹീനനായ ആ വ്യക്തിയെ നേടാൻ ഈ ഭാര്യയും മകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പം പരിശ്രമം എടുക്കണം. അത് അവർക്ക് നന്മയായി തീരും. ദൈവത്തോട് നമ്മളും പ്രാർത്ഥിക്കുക. നേടാൻ വേണ്ടി നമ്മളും ഈ സഹനത്തെ ഫേസ് ചെയ്യണം. അതിനായിട്ട് ദൈവം തരുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണണം എന്നാണ് പറയുന്നത്. എബ്രഹാം എന്താണ് പറയുക? ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല, അതൊരു വശം. രണ്ടാമത് ഈ ബന്ധമുണ്ടെന്ന് പറയുന്ന ആൾ ആ നാട്ടിൽ തന്നെയാണോ അതോ ഇവിടെയുള്ളതാണോ ഒന്നും അതിനകത്ത് ക്ലിയർ അല്ലല്ലോ. നാട്ടിലൊരു സ്ത്രീയാണ്. അപ്പം ആ ഫോണിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു തലത്തിലെ ഒരു ബന്ധമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്നൊരു കാര്യം ചിന്തിച്ച ഒരു തോന്നൽ വന്നത്, ഈ മോളെ ഈ കാര്യത്തിനകത്ത് അമ്മ ഇൻവോൾവ്, കാര്യം അപ്പൻ്റെ മൊബൈൽ നോക്കി പരിശോധിച്ചു, ഫോട്ടോ കണ്ടെത്തി. അതൊരു നല്ല പ്രവണതയാണോ എന്നൊരു ചെറിയ സംശയം. കാര്യം എപ്പോഴും അപ്പൻ്റെ കുറവുകൾ മോൾ വഴി ചർച്ച ചെയ്യുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നത് അത് വേറൊരു തെറ്റിലേക്കല്ലേ വരാൻ സാധ്യത ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ അമ്മയ്ക്ക് അവിടെ ആരും ഇല്ല, ഒരു ആത്മീയ പിതാവ് അതുപോലെ ഒരാളെ കണ്ടെത്തി അമ്മയുടെ വേദന അവരോട് ഷെയർ ചെയ്ത് അവരിലുള്ള അതിന് ഉത്തരം കണ്ടെത്തി. മോളെ ഇതിനകത്ത് മോൾക്ക് ശരി ഈ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മോളെ അതിനെ ആശ്വസിപ്പിക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മളെ ക്രമീകരിക്കുന്നുള്ളൂ. ഒരിക്കലും പറയുന്നത് പ്രതികാരം നമ്മുടേതല്ലല്ലോ. റോമക്കാർ എഴുതിയ ലേഖനത്തിൽ 12:19 പറയുന്നുണ്ട്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ സ്നേഹത്തോടെ ഇടപെടുമ്പോൾ ആ വചനത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, അവരുടെ തലയിൽ തീക്കനൽ കോരിയിടുന്ന. ആ ഭർത്താവ് ഈ ചെയ്ത തെറ്റാണ്. നമ്മൾ അതിൻ്റെ ഗൗരവം ഏത് തരത്തിലെന്നുള്ള അറിയില്ല, എന്നതാണെങ്കിലും തെറ്റാണ്. പക്ഷെ അപ്പോഴും ഇവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അതിലൂടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അതൊരു തിരിച്ചറിവ് തമ്പുരാൻ്റെ സമർപ്പിച്ച്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആത്മീയ പിതാവ് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു വൈദികന് ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത് അവർക്കൊരു ആശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ആത്മീയ പിതാവിൻ്റെ സാന്നിധ്യം ബഹ്റിലൊക്കെ വിഷമമായിരിക്കും, എങ്കിലും പരിശ്രമിക്കുക. അവിടെയുള്ള ഫോൺ വഴിയോ കണ്ട് എത്തുക, അത് കുറച്ചുകൂടെ സഹായകമായിട്ടും വരും എന്നാണ് എബ്രഹാം പറയുന്നത്, മനസ്സിലായി. പിന്നെ എബ്രഹാം സൂചിപ്പിച്ച ഒരു കാര്യം, മകളെ അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതാണ്. പക്ഷെ മകളാണ് ഇത് കണ്ടുപിടിച്ചത് കൂടുതലായിട്ട്. ഇത് മകളിതിൻ്റെ തെളിവുകളെല്ലാം കൊടുത്തു. ഒരു പക്ഷേ അമ്മച്ചിക്ക് എത്രയും നോക്കാനുള്ള അറിയാൻ മേലായിരിക്കും, മൊബൈലിൻ്റെയൊക്കെ കാര്യമല്ലേ, അതുകൊണ്ടായിരിക്കാം. ഏതായാലും സംഭവിച്ചു പോയി. മക്കളെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്യാതിരിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെയുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ, പരമാവധി മനസ്സിലാക്കി കൊടുക്കുക. മേഴ്സ് പറഞ്ഞ പോലെ മകളെ കൂടെ അത് മനസ്സിലാക്കി ഇതിനെ ഒരു വിശ്വാസ ബന്ധിയായിട്ടൊരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. ഇനിയും അതോടൊപ്പം ഞാനൊരു ചെറിയ ചിന്ത കൊണ്ടുവരുന്നത്, അമ്മയും മകളും വിശ്വാസികളാണല്ലോ. ഈശോയുടെ തിരുരക്തം തളിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം മാറിപ്പോകാനും. ഇപ്പം ഇവർ പറയുന്നുണ്ട്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഇവരുടെ പ്രാർത്ഥനയിലൂടെ അവർ രണ്ടുപേരും ദൈവത്തിലേക്ക് വരാനായിട്ട് ഇടയാവും. ഈ ഒരു നല്ല കുടുംബത്തെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ബന്ധപ്പെട്ടപ്പോൾ അവരുടെയും രക്ഷ, അങ്ങനെയുള്ള സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്. ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരറിയാതെ ദൈവത്തിലേക്ക് അടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ പ്രാർത്ഥിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. അതുപോലെ നാട്ടിൽ വരാറുണ്ട്. നാട്ടിൽ വരുന്ന അവസരങ്ങളിൽ രണ്ടുപേരുണ്ട്, ഭാര്യയും ഭർത്താവും, പറ്റുമെങ്കിൽ മോളും കൂടെ ഒരു ധ്യാനമൊക്കെ കൂടി ഒന്ന് റിഫ്രഷ്ഡ് ആവുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുവഴിയായിട്ട് ഈ ആന്തരിക മുറിവുകളൊക്കെ ഒന്ന് മാറി സന്തോഷമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് വരാനാണ് എലിസബത്തിനോട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. ഞങ്ങൾ തീർച്ചയായിട്ടും എലിസബത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന്
ഉറപ്പ് തരികയാണ്. ഒട്ടും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. മേഴ്സി പറഞ്ഞതുപോലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ഏത് പാറയെയും തകർക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി പ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ തുടരുകയും എബ്രഹാം സൂചിപ്പിച്ചതുപോലെ സ്നേഹമയമായ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് കടന്നാലോ? വെണ്ണിക്കുളത്ത് നിന്നും ജോയ്മോനാണ് ഈ കത്തെഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്. വയറിംഗ് ആണ് എൻ്റെ ജോലി. അമ്മയും അച്ഛനും ഞാനും അനിയനുമാണ് വീട്ടിലുള്ളത്. എനിക്ക് എൻ്റെ അമ്മയുടെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ അച്ചായനെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നു. എനിക്ക് 27 വയസ്സുണ്ട്. അപ്പൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എന്നാൽ അമ്മ പണമിരട്ടിപ്പിൽ പെട്ട് ഒത്തിരി പണം നഷ്ടപ്പെടുത്തി. അപ്പന് ഒരു കാലിന് വല്ലായ്മയുള്ള ആളാണ്. പലരും വീട്ടിൽ വന്ന് പണം ചോദിച്ചപ്പോഴാണ് വീട്ടിലുള്ളവർ ഈ വിവരങ്ങൾ അറിയുന്നത്. പലപ്പോഴും ബ്ലേഡുകാർ വന്ന് വീട്ടിൽ ഭയങ്കര ബഹളമുണ്ടാക്കാറുണ്ട്. അച്ചായൻ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഞാൻ ഫുൾ ടൈം ആശുപത്രിയിൽ നിൽക്കുകയായിരുന്നു. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പോലുമില്ല. അമ്മ അച്ചായന് ഒരു കരികിലയുടെ വില പോലും നൽകുന്നില്ല. അമ്മ എപ്പോഴും ബഹളമാണ്. ഞാൻ വീടിൻ്റെ ആധാരമെടുത്ത് പണയം വെച്ച് 1.5 ലക്ഷം രൂപ ബ്ലേഡുകാർക്ക് കൊടുത്തു. ഇനിയും പല സ്ഥലത്തും അമ്മയ്ക്ക് കടമുണ്ട്. അമ്മ പറയുന്നത് അച്ചായൻ്റെ ചികിത്സയ്ക്കും പഠനത്തിനുമായിട്ടാണ് ആ പണമെല്ലാം എടുത്തതെന്ന്. അച്ഛ, ഞാൻ പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പനോടും ബന്ധുക്കളോടുമെല്ലാം അമ്മയ്ക്ക് ഭയങ്കര പിണക്കമാണ്. അമ്മ കടമെടുത്ത് പലിശയ്ക്ക് കൊടുക്കും. ഇപ്പോഴും ചിലർ തിരിച്ചു കൊടുക്കാതിരിക്കും. അങ്ങനെയാണ് ഈ കടമെല്ലാം വന്നത്. വീടിനായി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം പ്രയാസം കൊണ്ട് ഞാൻ അമ്മയെ പിടിച്ചു തള്ളി. തെറ്റാണെന്ന് എനിക്കറിയാം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാരമാർഗം പറഞ്ഞു തരികയും ചെയ്യണമേ. വെണ്ണിക്കുളത്തുള്ള ജോയ്മോനാണ്. ജോയ്മോൻ വളരെ, ഞാൻ ചിന്തിക്കും, വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി കുടുംബ പ്രശ്നങ്ങളിലേക്ക് ആഴമായി ചിന്തിച്ച് കിടന്നിറങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അപ്പനോട് വളരെ വലിയൊരു സ്നേഹം നമ്മുടെ ജോയ്മോൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ പോക്കിനെ പറ്റി അദ്ദേഹം നെഗറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത്. അമ്മ കുറച്ച് സ്വതന്ത്രമായിട്ട് ഈ പണമിരട്ടിപ്പിലൊക്കെ പെട്ടു എന്ന് പറയുന്നത് ഇച്ചിരി കടന്ന കൈയായിട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ പുരുഷന്മാർ ചിലർക്ക് ഇതിനകത്തൊക്കെ വീഴാറുണ്ട്. ഞാൻ എക്സ്ക്യൂസായിട്ട് പറയുന്നത് ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു പരിഹാരത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ജോയ്മോൻ വികാരിയച്ഛനെ ഒന്ന് കണ്ട് ഈ വിവരങ്ങളൊന്ന് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുക. വികാരിയച്ഛൻ രണ്ടുപേരെയും ഒന്ന് സന്ദർശിച്ച്, അല്ലെങ്കിൽ സന്ദർശിച്ച് അല്ലെങ്കിൽ വിളിച്ച് ഒന്ന് സംസാരിക്കുക. ഇതേപ്പറ്റി തുറന്നൊരു സംസാരം ഉണ്ടാവണം. വേണ്ടി വന്നാൽ മകനെയും കൂടെ ഇരുത്തി പ്രശ്നങ്ങൾ തുറന്ന് പറയാനായിട്ട് സാധിക്കുക. അതൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെയും അച്ഛൻ വഴിയാകാം, അച്ഛൻ വഴിയായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ജോയ്മാൻ പറഞ്ഞാൽ കേൾക്കണമെന്ന് നിർബന്ധമില്ല. ജോയ്മാൻ അത്ര അമ്മച്ചിയുടെ അടുപ്പം ഇല്ലെന്ന് തോന്നുന്നു കത്ത് വായിച്ചിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവിനും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അമ്മയ്ക്കൊരു ബോധ്യം കൊടുക്കണം. അമ്മയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റം ഒട്ടും യോജിച്ചതല്ല, ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പോലും അതിനിങ്ങനെയുള്ള മാർഗങ്ങളല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരുപക്ഷെ അത് ഉപകാരപ്രദമായേക്കും എന്നെനിക്ക് തോന്നുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കത്തെഴുതിക്കുന്ന ജോയ്മോനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജോയ്മോനും രക്തം തളിച്ച് പ്രാർത്ഥിക്കണം ഈ അമ്മച്ചിക്ക് വേണ്ടി എന്നെനിക്ക് തോന്നുന്നു. പ്രശ്നങ്ങൾ ഒത്തിരി കുടുക്കുകൾ അവിടെയുണ്ട്. എല്ലാം ഒന്ന് അഴിഞ്ഞ് ഭംഗിയായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. അതാണ് എൻ്റെ ഒരു സജഷൻ. പറയുന്നത് എബ്രഹാമിന് എന്താ അതേപ്പറ്റി പറയാനുള്ളത്? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളൊരു വലിയ വിഷയമാണല്ലോ ധനമോ പണം. അപ്പോൾ അമ്മയ്ക്ക് ഒന്നുകിൽ അമ്മയുടെ ചെറുപ്പത്തിൽ ഈ കാര്യത്തിൽ ഒത്തിരി വേദനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു അംഗീകാരം കിട്ടാറില്ല, ഒരു പരിഗണന ഒന്നും കിട്ടാറില്ല. അപ്പോൾ പണം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടുമെന്നൊരു ധാരണ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം.
രണ്ടാമത് അമ്മ ആ ഭർത്താവിനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അംഗീകരിച്ചിരുന്നെങ്കിൽ രോഗിയായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഒരിക്കൽ പോലും പോയി നിന്നിട്ടില്ലെന്നാണ് പറയുന്നത്. റോമ 15:7 പറയുന്നുണ്ടല്ലോ, ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്വീകരിക്കുവാൻ. ആ ഭർത്താവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അമ്മയ്ക്ക് ഇതുവരെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെതായ ചലനങ്ങൾ കണ്ടേനെ. ഇപ്പോൾ അദ്ദേഹം ഒന്നാമത് കാലിന് തകരാറുള്ള ആളാണ്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം. അംഗവൈകല്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അത് സ്വീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് മനസ്സിൽ കാണും. പിന്നെ ഒഴിവാക്കാൻ മേലാത്തതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ കാണാം എന്നെനിക്ക് അങ്ങനെ തോന്നുന്നു. ആ ഒരു അംഗീകരിക്കുന്ന ഒരവസ്ഥ അവർ കൂടുതൽ ഉണ്ടായി വരണം. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പം മോനാണ് കത്ത് എഴുതിയിരിക്കുന്നത്. മോൻ ഇവരെ രണ്ടുപേരെയും കർത്താവിൻ്റെ തിരക്കും കൊണ്ട് കഴുകി സംരക്ഷിക്കുകയും ആ മാറ്റങ്ങൾ അവരുടെ ഹൃദയത്തിലാണ് മാറ്റം പറയേണ്ടത്. രണ്ടുപേരുടെയും ഹൃദയത്തിൽ, പ്രത്യേകിച്ച് അമ്മയുടെ, മോൻ്റെ വാക്കുകളിൽ നിന്ന് അമ്മയിൽ, അത് തീർച്ചയായിട്ടും അതിലൂടെ സംഭവിക്കും എന്നാണ് എനിക്ക് കരുതുന്നത്. അപ്പോൾ അമ്മ കൂടുതലായിട്ട് ഭർത്താവിനെ അംഗീകരിക്കുക, ദൈവം തന്നതാണ് ഈ വ്യക്തി എനിക്ക് എന്നുള്ള ബോധ്യത്തോടെ അംഗീകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇബ്രാഹിം പറയുക. മേഴ്സിക്കതയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു കുടുംബിനി ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അവരുടെ ജീവിത വ്യഗ്രത, പണം വർദ്ധിപ്പിക്കണം, ഇതൊക്കെ അവരുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു ജീവിത ശൈലിയായിട്ട് എടുത്തിരിക്കുക. അത് തന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയായിട്ടിരിക്കുക. സാധാരണ കുടുംബിനികൾ, ഭാര്യമാർ, അമ്മമാരൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇത് നേരെ തിരിച്ചാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നെന്നോ ദൈവഭക്തി ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പക്ഷേ ഇത് തൃപ്തിപ്പെടുന്നില്ല, ഉള്ളതുകൊണ്ടൊന്നും അല്ല തൃപ്തിപ്പെടുന്നത്. വലിയ വലിയ നേട്ടങ്ങൾക്ക് പണം ഇരട്ടിപ്പിച്ച് അത് ആ കുടുംബം അങ്ങേയറ്റം തകർന്നിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ആ മകൻ്റെ വേദന ഒരു വലിയ വേദന തന്നെയാണ്. അപ്പൻ്റെ വേദനയും മകൻ്റെ വേദനയുമാണ് ഇവിടെ നമ്മളെ എഴുതി കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഇനിയും ആ ഒരു വീട്ടമ്മയെ ഒന്ന് പിന്തിരിപ്പിക്കുന്നത് ഒരു നല്ല വചന ധ്യാനം കൂടി അവരിതിനെക്കുറിച്ച് ശരിയായ ഒരു ഉത്തമ മനസ്താപത്തിലേക്ക് വന്ന് ഇതിനൊരു ദൈവത്തിൽ നിന്നുള്ള ഒരു പരിഹാര മാർഗം വഴി കാണിച്ചു തരണമേ എന്ന് കുടുംബം മൊത്തത്തിൽ പ്രാർത്ഥിച്ച് തിരിയണം. രണ്ടാമത് എനിക്ക് തമ്പുരാൻ്റെ വചനത്താൽ പറയാനുള്ളത് ഇത് തന്നെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5:8 ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി ജീവിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ നമുക്ക് ആ വീട്ടമ്മയെ ഇനിയും ദൈവത്തിലോട്ടൊന്ന് തിരിയാനായിട്ടുള്ളൊരാഹ്വാനം, അവരുടെ ഈ ജീവിതശൈലി ഒന്ന് മാറ്റി ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നിർത്തി പോകുവാൻ, പ്രത്യേകിച്ച് ഈ അച്ഛൻ പറഞ്ഞതുപോലെ അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനുമായിട്ട് ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്ത് അവരെ നിയന്ത്രിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം. അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പം പ്രധാനമായിട്ടും ഞാൻ ജോയ്മനെ മനസ്സിലാക്കുന്നു. ജോയ്മൻ എത്ര വിഷമമുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം തിരുത്താൻ ആഗ്രഹിക്കുന്നു. അരിശം വന്നിട്ടാണ് ഇന്നലെ അമ്മയെ പിടിച്ച് തള്ളുകയും മറ്റും ചെയ്തത്. വേണ്ട, സമചിത്തതയോടുകൂടി അതിനെ കാണണം. അമ്മ എപ്പോഴും അമ്മയാണ്, അമ്മയ്ക്കുള്ള ആദരവ് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ജോയ്മൻ്റെ വികാരം മനസ്സിലാക്കുന്നു. പ്രഭാഷകൻ 3:8 പറയുന്നത്, പിതാവിനെ മാതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങണം. മാതാപിതാവുമാരുമാരെ അവിടെ പറഞ്ഞു. അപ്പം അവരെ അനുഗ്രഹം മേടിക്കുകയേ ചെയ്യാവുള്ളൂ, അവരെ ഉപദ്രവിക്കരുത്, അക്ഷമ ഉള്ള ആകരുതെന്നാണ് എനിക്ക് ജോയ്മനോട് പറയാനുള്ളത്. ജോയ്മനെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും പ്രാർത്ഥനാപൂർവ്വം ഇപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതനുസരിച്ച് ഒരു ധ്യാനം, വികാരിച്ചൻ്റെ ഇടപെടൽ, കൗൺസിലിംഗ് ഇതുവഴിയായിട്ട് നമുക്ക് അത് ശരിയാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങളും തീർച്ചയായിട്ടും ജോയ്മൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ 2 കുടുംബങ്ങളും, നമ്മുടെ എലിസബത്തിൻ്റെ കുടുംബവും ജോയ്മൻ്റെ കുടുംബത്തെയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബം കൂടുതൽ ഭംഗിയായിട്ട് വരുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, എലിസബത്തിൻ്റെയും ജോയ്മോൻ്റെയും കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളിപ്പോൾ കേൾക്കുകയുണ്ടായി.
എല്ലാ പ്രശ്നപരിഹാരവും അങ്ങിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കർത്താവേ, കുടുംബങ്ങളെ അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ നിമിഷം തന്നെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മൂല്യമായ തിരുരക്തം ആ കുടുംബത്തിലേക്ക് തളിച്ചുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം മാറ്റി അവരെ പൂർണ്ണമായിട്ടും അങ്ങയുടെ തിരുഹിതത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.